മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് ആണ്. ഈ ടോപ്പിക്കുകൾ പഠിക്കാതെ എൻ്റെ കുട്ടികൾ ഒരിക്കലും നാളത്തെ എക്സാം എഴുതാനായിട്ട് പോകരുത്. അപ്പോൾ മിസ് ഇത് ക്വസ്റ്റ്യൻസിൻ്റെ രൂപത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വെറുതെ ഇനി നിങ്ങൾക്ക് ടോപ്പിക്ക് ഞാൻ കഥ പോലെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ടോപ്പിക്കിനെ ക്വസ്റ്റ്യൻ രൂപത്തിലാക്കി കൊണ്ടുവന്നു. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ആ ടോപ്പിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആവും. നാളത്തെ എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാനായിട്ടും പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം ആർ 11 and 23, 11 and 23 അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറ്റം ഉണ്ട്. ഈ എക്സിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതേപോലെ തന്നെ ദ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? റെപ്രസെന്റ് ചെയ്യണം അല്ലെ. എങ്ങനെയാണ് സിമ്പിൾ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ്? അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. നമുക്കറിയാം ഒരാളുടെ അറ്റോമിക് നമ്പർ എപ്പോഴും നമ്മൾ അയാളുടെ താഴെയും മാസ് നമ്പർ അയാളുടെ മേലെയാണ് എഴുതുക അല്ലെ. താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പറും മേലെ എഴുതുന്നത് മാസ് നമ്പറും ആണ്. അപ്പൊ നമുക്കറിയാം എക്സ് ആണ് എലമെന്റ്. അറ്റോമിക് നമ്പർ 11 ആണ്. സോ 11 ഞാൻ താഴെ എഴുതി. ഇനി മാസ് നമ്പർ 23 ആണ്. സോ 23 ഞാൻ മേലെ എഴുതി കൊടുത്തു. അപ്പൊ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കിക്കേ, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇവിടെയുള്ള പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ മക്കളെ, ഒരാളുടെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പറിന്റെ സിമ്പൽ Z ആണ്, മാറിപ്പോകരുത്. Z ആണ് അറ്റോമിക് നമ്പറിന്റെ സിമ്പൽ. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം അല്ലെ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് അറ്റോമിക് നമ്പർ 11 ആണ്. സോ ഇവിടെയുള്ള പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 11 ആയിരിക്കും. മക്കളെ, ഇനി ഒരു ആറ്റം എടുത്താൽ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, വൈദ്യുതപരമായി നിഷ്ക്രിയമാണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ആയിരിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും എണ്ണം ഈക്വൽ ആണ്. ആറ്റത്തിന് ചാർജ് ഇല്ല, അതാണ് അർത്ഥം അല്ലെ. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും ഒരു ആറ്റത്തിനുള്ളിൽ ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ 11 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഇവിടെ 11 ഇലക്ട്രോണും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേണ്ടത് ന്യൂട്രോണുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു മാജിക് ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്യുക. ഒരു ആറ്റത്തിന്റെ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. ഇവിടെ മാസ് നമ്പർ 23 ആണ്, അറ്റോമിക് നമ്പർ 11 ആണ്. സോ 23 മൈനസ് 11, 12 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ 11 പ്രോട്ടോൺസ്, 11 ഇലക്ട്രോൺസ് ആൻഡ് 12 ന്യൂട്രോൺസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ബോർ മോഡൽ വരയ്ക്കണം അല്ലെ. അപ്പൊ ബോർ മോഡൽ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? പ്രോട്ടോൺസിന്റെ എണ്ണം വേണം, ന്യൂട്രോൺസിന്റെ എണ്ണം വേണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണം. അപ്പൊ ഇനി നമ്മൾ ഓർത്തെടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. മക്കളെ, ഒരാളുടെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റോമിക് നമ്പർ വെച്ച് ഈസി ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിൽ 11 ഇലക്ട്രോൺ ഉണ്ട്. ഇനി നമ്മുടെ ഷെല്ലുകളുടെ പേര് എങ്ങനെയാ? ഒന്നാമത്തെ ഷെല്ലിന്റെ പേര് K ഷെല്ലാണ്, രണ്ടാമത്തെ ഷെല്ലിന്റെ പേര് L ഷെല്ലാണ്, മൂന്നാമത്തെ ഷെല്ലിന്റെ പേര് M ഷെൽ, നാലാമത്തെ ഷെല്ലിന്റെ പേര് N ഷെൽ. അപ്പൊ KLMNO ഇങ്ങനെയാണ് ഷെല്ല് പോവാ. ഇനി നമുക്കറിയാം ഒന്നാമത്തെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് കയറും, രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസാ കയറുക, മൂന്നാമത്തെ ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോൺസ്, ഇനി നാലാമത്തെ ഷെല്ലിൽ മാക്സിമം 32 ഇലക്ട്രോൺസ് വരെ കയറും അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ 11 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ നമ്മൾ 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു, മിച്ചമുള്ള മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു അല്ലെ. സോറി മക്കളെ, മാറിപ്പോയി. എവിടെ പോയി? യെസ്, 1 ഇലക്ട്രോണിനെ കൊടുത്തു. സോ 281 ആണ് ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലെ. പ്രോട്ടോൺസിന്റെ എണ്ണം 11, ന്യൂട്രോൺസിന്റെ എണ്ണം 12, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1. ഇനി നമുക്ക് ചെയ്തൂടെ? ഇനി നമുക്ക് ചെയ്യാലോ. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നോക്കിക്കേ മക്കളെ, ആദ്യം ഞാൻ ആറ്റം വരയ്ക്കും. മക്കളെ, നിങ്ങൾ കോമ്പസ് ഒക്കെ എടുത്ത് നല്ല വൃത്തിയായിട്ട് ആറ്റത്തെ വരച്ചു കൊടുക്കണം. ആറ്റത്തെ വരയ്ക്കുകയാണ്. ദാ പിടിച്ചോ. ദാ ആറ്റത്തിനുള്ളിൽ ഇവിടെ 3 ഷെല്ലുകളുണ്ട് അല്ലെ. 3 ഷെല്ലുള്ള ഒരു ആറ്റത്തെ ഞാൻ വരച്ചു. ഇനി നമ്മൾ ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോണുകളുടെ ന്യൂട്രോണുകളുടെ എണ്ണം എഴുതി കൊടുക്കണം. ഇവിടെ 11 പ്രോട്ടോൺ ഉണ്ട്, 12 ന്യൂട്രോൺ ഉണ്ട്. മിസ് എഴുതി. ഇനി എന്താ ചെയ്യണ്ടേ? ഓരോ ഷെല്ലിലുമായിട്ട് ഇലക്ട്രോൺസിനെ കൊടുക്കുക. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺസിനെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരയ്ക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഷെല്ലിൽ 1, 2, 3, 4, 5, 6,
7, 8 8 ഇലക്ട്രോൺസ് ഉണ്ട്. മൂന്നാമത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ. അങ്ങനെ നമ്മൾ ബോർ മോഡൽ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. ഇനി ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് മിസ് വേറൊരു കാര്യം കൂടെ പറയാം. ഈ പറഞ്ഞിട്ടുള്ള എക്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കണം. അതെങ്ങനെയാ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുക? ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാതെ നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ല. അപ്പൊ മക്കളെ നമുക്കറിയാം അല്ലേ, അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അയാളെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വാലൻസ് ഷെല്ലിലേക്കാണ് നോക്കേണ്ടത്. വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അയാളുടെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ അയാളുടെ ഗ്രൂപ്പ് നമ്പർ 2 ആണ്. ഇനി 2ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ബാഹ്യതമ ഷെല്ലിൽ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. സോ ഇയാളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി പീരീഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെയുള്ള നമ്പർ ഓഫ് ഷെൽസ് നോക്കിയാൽ മതി അല്ലെ. ഷെല്ലുകളുടെ എണ്ണം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ 1, 2, 3 ഷെല്ലുകളാണുള്ളത്. സോ ഇവിടെയുള്ള പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി മിസ് വേറൊരാളെ വേഗം കാണിച്ചു തരാം. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്. എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? 2, 5 എന്നാണ് വരിക. ഇയാളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കേ, ഇയാളുടെ ബാഹ്യതമ ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, 5 ഇലക്ട്രോൺ ആണുള്ളതെങ്കിൽ ഈ 5നോട് നമ്മൾ എന്ത് ചെയ്യണം? 10 കൂട്ടിയാൽ മതി. മിസ് പറഞ്ഞു 2ൽ കൂടുതൽ ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളതെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടുക. ഇവിടെ 5 എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതലല്ലേ. സോ 5നോട് 10 കൂട്ടിയാൽ 15 എന്ന് കിട്ടും നമുക്ക് ഇവരുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പീരീഡ് നോക്കാം. നോക്കിക്കേ, ഇവിടെ 1, 2 ഷെല്ലാണുള്ളത്. സോ ഇയാളുടെ പീരീഡ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, മീഥൈൻ എന്ന് പറഞ്ഞാൽ CH4 അല്ലെ, ഒരു കൊവാലൻ കോമ്പൗണ്ട് ആണ്. ഒരു സഹസംയോജക ബന്ധനമുള്ള ഒരു സംയുക്തമാണ്. നോക്കിക്കേ, കാർബണും ആറ്റവും ഹൈഡ്രജനും ചേർന്നുണ്ടാവുന്ന ഒരു കോമ്പൗണ്ട് ആണ് നമ്മുടെ മീഥൈൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ എങ്ങനെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാം? അപ്പൊ അതിനു വേണ്ടി ആദ്യം നമുക്ക് ഈ 2 പേരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. കാർബൺ എടുത്താൽ അറ്റോമിക് നമ്പർ 6 ആണ്. സോ 2, 4 ആണ് കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹൈഡ്രജൻ എടുത്താൽ അറ്റോമിക് നമ്പർ 1 ആണ്. സോ 1 ആണ് ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. അപ്പൊ നോക്കിക്കേ, കാർബണിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ, അഷ്ടകം പൂർത്തിയാക്കാൻ ഇനി 4 ഇലക്ട്രോൺസ് വേണം. അതുകൊണ്ട് ഒരു കാർബൺ ആറ്റം ഒരേ സമയം 4 ഹൈഡ്രജൻ ആയിട്ടാണ് ഇവിടെ റിയാക്ഷനിൽ ഏർപ്പെടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും ഇലക്ട്രോൺ ഡോട്ട് വരയ്ക്കുമ്പോൾ ആറ്റത്തിന്റെ സിമ്പൽ ആദ്യം എഴുതണം. സിമ്പൽ എഴുതിയതിനു ശേഷം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത് മാത്രമാണ് എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ കാർബണിന്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ 4 ഡോട്ട് വരച്ചു അല്ലേ. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ 4 ഹൈഡ്രജനെ വരയ്ക്കണം. വേണ്ടേ? ഓരോ ഹൈഡ്രജൻ എടുത്താലും ഓരോ ഹൈഡ്രജൻ ആറ്റത്തിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് 1 ഇലക്ട്രോൺ ആണ്. സോ ഞാൻ ഒരു ഇലക്ട്രോണിനെ വരയ്ക്കാണ്. ഇങ്ങനെ മൊത്തത്തിൽ 4 ഹൈഡ്രജനെ നമ്മൾ വരയ്ക്കും. 4 ഇലക്ട്രോൺസ് കൊടുക്കാൻ 4 ഹൈഡ്രജനെ നമ്മൾ വരയ്ക്കും. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഹൈഡ്രജനും കാർബണും തമ്മിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാണ് അല്ലേ. ഇങ്ങനെ എല്ലാ ഓരോ ഹൈഡ്രജനും ഇങ്ങനെ ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അപ്പൊ ഹൈഡ്രജന്റെ ആവശ്യം അവന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആവുക അല്ലെ, ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് വഴി ഓരോ ഹൈഡ്രജനും 2 ഇലക്ട്രോൺസിനെ കിട്ടി സ്റ്റേബിൾ ആകും. ഇനി 4 ഹൈഡ്രജനുമായിട്ട് ഇലക്ട്രോൺസിനെ പങ്കുവയ്ക്കുന്നത് വഴി നമ്മുടെ കാർബൺ ആറ്റത്തിന് ഒക്ടറ്റും കംപ്ലീറ്റ് ആകും അല്ലെ, അഷ്ടകവും പൂർത്തിയാകും. ഇങ്ങനെയാണ് നമ്മുടെ മീഥൈൻ മോളിക്യൂള് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുക അല്ലെ. അല്ലെങ്കിൽ മീഥൈൻ മോളിക്യൂളിന് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം മക്കളെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദിസ് കോമ്പൗണ്ട് ദ ബോണ്ടിങ് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഈ സംയുക്തത്തിൽ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബന്ധനം ഏത് തരത്തിലുള്ള ബന്ധനമാണ്? നോക്കിക്കേ, ഓരോ കാർബണും ഹൈഡ്രജനും എടുത്തു കഴിഞ്ഞാലും നോക്കിക്കേ, ഒരു സിംഗിൾ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഒരേ ഒരു ജോഡി ഇലക്ട്രോൺസിനെ മാത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. സോ സിംഗിൾ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ പങ്കുവെച്ചാൽ, ഷെയർ ചെയ്താൽ അവിടെയുള്ളത് ഒരു സിംഗിൾ ബോണ്ട് ആണ് അല്ലെ. ഒരു ജോഡി മാത്രമാണെങ്കിൽ ഏകബന്ധനം. ഇനി 2 ജോഡി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനം. 3 ജോഡി ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനം വരും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരേ ഒരു ജോഡി ഇലക്ട്രോൺസ് ആണ്. സോ ഇവിടെയുള്ളതൊരു സിംഗിൾ ബോണ്ട് ആണ് അല്ലെങ്കിൽ ഒരു ഏകബന്ധനമാണ് എന്ന് പറയാം മക്കളെ. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇനി ഇതേപോലെ
ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കും ക്വസ്റ്റ്യൻസും പറഞ്ഞു തരാൻ ഇന്ന് വൈകിട്ട് കൃത്യം 7:30 നമ്മൾ ലൈവിൽ വരുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ കൃത്യമായിട്ട് ലൈവ് കാണുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ മറക്കരുത്, കൃത്യം 7:30 നമ്മുടെ ചാനലിലേക്ക് വരിക. അപ്പം നിങ്ങളെ അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു വിടില്ല. അപ്പം നിങ്ങൾക്കുള്ള ചലഞ്ചാണ് മക്കളെ, ഓക്സിജൻ എടുത്താൽ അതിലുള്ള ടൈപ്പ് ഓഫ് ബോണ്ട് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്സിജൻ്റെ ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം കൂടെ വരച്ച് നോക്കണം കേട്ടോ. ഈ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ വരയ്ക്കണം. എന്നിട്ട് ഓക്സിജനിലുള്ള ബോണ്ട്, കോവാലന്റ് ബോണ്ട് ഏത് നേച്ചറാണ്, സഹസംയോജക ബന്ധനം ഏത് നേച്ചറാണെന്നുള്ള കാര്യം വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മക്കളെ, വൈകിട്ട് കൃത്യം 7:30 കാണാം. താങ്ക് യു.